ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു ഇഷ സ്പൈസി ഫെസ്റ്റിവൽ. വളരെ രുചികരമായ ഹെൽത്തി ആയിട്ടുള്ളൊരു ചക്കപ്പഴം കൊണ്ടൊരു അടിപൊളി ഐസ്ക്രീം നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയാലോ. ഈസി മെത്തേഡാണ് കേട്ടോ. പുറമിൽ നിന്ന് വാങ്ങുന്ന അതേ സ്വാദിൽ തന്നെ നമുക്ക് ഇന്ന് ചക്കപ്പഴം കൊണ്ട് ഒരു അടിപൊളി ഐസ്ക്രീം തയ്യാറാക്കാം. സോ റെസിപ്പി എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ. കണ്ടതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നിൽ അറിയിക്കാൻ മറക്കല്ല. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഞാൻ എടുത്ത പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടുന്നതായിരിക്കും. സോ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു ചക്കപ്പഴം കൊണ്ട് ഒരു അടിപൊളി ഐസ്ക്രീം തയ്യാറാക്കാം. അതിനായിട്ട് ഇവിടെ ഞാൻ കുറച്ച് ചക്കപ്പഴം എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കുരുവെല്ലാം മാറ്റിയിട്ട് നല്ല വരിക്കച്ചക്കയാണ്, നല്ല മധുരമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു ചക്കപ്പഴം നമുക്ക് ആവശ്യമനുസരിച്ച് യൂസ് ചെയ്യാം. അതിനായിട്ട് ഒരു മിക്സി ജാറിലോട്ട് നമുക്ക് ആവശ്യമനുസരിച്ച് ചക്കപ്പഴം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് അളന്നെടുക്കണമെങ്കിൽ 1.5 കപ്പ് ചക്കപ്പഴം യൂസ് ചെയ്തോളൂ കേട്ടോ. ഇനി നമുക്ക് ലിഡിറ്റ് ക്ലോസ് ചെയ്ത് ഇത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നോക്കിക്കോളൂ, നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. നോക്കിക്കോളൂ, നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ബ്ലെൻഡ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് 1 കപ്പ് വിപ്പിംഗ് ക്രീം ആഡ് ചെയ്യാം. സാധാരണ ഫ്രഷ് ക്രീം ആഡ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഞാനിവിടെ വിപ്പിംഗ് ക്രീം 1 കപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമുക്കിതിലോട്ട് 1/4 കപ്പ് കണ്ടൻസ് മിൽക്ക്, നമ്മുടെ മിൽക്ക് മെയ്ഡ് യൂസ് ചെയ്യണം. സാധാരണ ടിന്നിലൊക്കെ ആണല്ലോ നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ. ഇതിലോട്ട് ഒരു 1/4 കപ്പ് നമ്മുടെ കണ്ടൻസ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് വളരെ ടേസ്റ്റി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 3 ടേബിൾ സ്പൂണ് നമ്മുടെ മിൽക്ക് പൗഡറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 1/4 ടീസ്പൂണ് വാനില എസൻസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അത് വേണമെങ്കിൽ ആഡ് ചെയ്തോളൂ, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ. ലിറ്റിറ്റ് ക്ലോസ് ചെയ്ത് ഫൈൻ പേസ്റ്റ് ആക്കി നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. നോക്കിക്കോളൂ, നന്നായിട്ടൊന്ന് ബ്ലെൻഡായി നല്ല സ്റ്റിഫായിട്ട് തന്നെ നമുക്ക് ബ്ലെൻഡായി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഏത് കണ്ടെയ്നറിലാണ് നമ്മൾ ഐസ്ക്രീം സെറ്റ് ചെയ്യുന്നത് ആ ഒരു കണ്ടെയ്നർ എടുക്കാം. ഞാനിവിടെ കുട്ടികളുടെ ലഞ്ച് ബോക്സ് ആണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ബ്ലെൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഐസ്ക്രീം ബേസ് നമുക്ക് ഇതിലോട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ നന്നായിട്ട് ഒഴിച്ചതിന് ശേഷം ഞാനിവിടെ കുറച്ച് നട്ട്സ്, ബാദാമും കാഷ്യൂ നട്ട്സും കുറച്ച് നമ്മുടെ ചെറീസും കൂടെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മേലെ കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് ഏത് നട്ട്സ് വേണമെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമേ ആഡ് ചെയ്തുള്ളൂ. ഞാനിവിടെ കുട്ടികൾക്ക് ആയി കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ആ കൂട്ടത്തിൽ തന്നെ നമുക്ക് കുറച്ച് നമ്മുടെ ജാക്ക് ഫ്രൂട്ട്, അതായത് ചക്കപ്പഴം കുറച്ച് ചെറുതായിട്ട് നൈസായിട്ട് ഞുറുക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ ആഡ് ചെയ്ത് ഇനി നമുക്ക് ഒരു സ്പാച്ചിൽ വെച്ച് ഈ വകയെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഐസ്ക്രീം കഴിക്കുമ്പോഴത്തേക്കിന് ആ ഒരു ചെറുതായിട്ടൊന്ന് കടിക്കുമ്പോഴത്തേക്കിന് പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് വീണ്ടും ഇതിൻ്റെ മേലെ കൂടെ കുറച്ച് നട്ട്സും കുറച്ച് ചെറീസും ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതാ നന്നായിട്ട് ഞാൻ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലിറ്റിട്ട് ക്ലോസ് ചെയ്ത് ഒരു 8 മണിക്കൂർ നമുക്ക് ഇത് ഫ്രീസറിലോട്ട് നമുക്ക് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കാം. 8 മണിക്കൂറിന് ശേഷം നമുക്ക് നമ്മുടെ ഐസ്ക്രീം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ലിറ്റ് ഓപ്പൺ ചെയ്ത് നോക്കാം. വളരെ പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ഐസ്ക്രീം ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് സ്കൂപ്പ് ചെയ്തെടുക്കാം. സ്കൂപ്പർ ഇല്ലാത്തതുകൊണ്ട് ഞാനിവിടെ തവിയാണ് എടുക്കുന്നത് കേട്ടോ. ഇനി നന്നായിട്ട് ആ തവി വെച്ച് ഒന്ന് സ്കൂപ്പ് ചെയ്ത് ഇതുപോലെ ഒന്ന് എടുക്കാം. നല്ല ക്രീമി ആയിട്ട് തന്നെ നമ്മുടെ ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, നല്ല ക്രീമി ടെക്സ്ചറാണ്, നന്നായിട്ട് സ്കൂപ്പ് ചെയ്ത് വരുന്നുണ്ട്. ഇനി നമുക്ക് ഓരോ ബൗളിലോട്ട് നമുക്ക് ഈ ഒരു സ്കൂപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഐസ്ക്രീം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. പ്രിസർവേറ്റീവ് ഒന്നും ആഡ് ചെയ്യാണ്ട് തന്നെ വളരെ ടേസ്റ്റി ആയിട്ട് ചക്കപ്പഴം കൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ചക്ക ഐസ്ക്രീം തയ്യാറാക്കിയിരിക്കുന്നത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. വെറുതെ നമ്മുടെ ഈ ഒരു ചക്കപ്പഴം വേസ്റ്റാക്കി കളയേണ്ട. ചക്കപ്പഴം കൊണ്ട്, അതായത് ചക്കയും ചക്കപ്പഴം, ചക്കക്കുരു, ചക്കക്കുഞ്ഞിയും കൊണ്ട് ഒത്തിരി ഗുണങ്ങളുണ്ടാവും. കാരണം അതിലൊന്നും കെമിക്കൽസ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല. സോ ഇന്നത്തെ ഈ ഒരു റെസിപ്പി നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നമ്മുടെ ഇന്നത്തെ ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും ഫാമിലി മെമ്പേഴ്സിനും റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. കൂടാതെ ഇതുപോലെ നല്ല റെസിപ്പിക്കായിട്ട് നമ്മുടെ ഇഷ സ്പൈസി ഫെസ്റ്റിവൽ ചാനലൊന്ന് ഫോളോയും സബ്സ്ക്രൈബും കൂടെ ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അടുത്ത നല്ലൊരു റെസിപ്പിയും കൊണ്ട് വരുന്നിടം വരെ എല്ലാവരും സ്റ്റേ ട്യൂൺ, ബി ഹാപ്പി ആൻഡ് കീപ് സ്മൈലിംഗ്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ.